അടുത്ത കേരളത്തിലെ യുവാക്കൾ, ഒരു കൂട്ടം യുവാക്കൾ വീണ്ടും PSC എന്നും പറഞ്ഞ് ഈ ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള 530/2019 സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ പെട്ടു എന്നുള്ള ഒരു തെറ്റ് ചെയ്ത കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കൊരു ഉപദേശമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത് എന്താണ്, നിങ്ങൾ PSC പഠിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് സമരം ചെയ്യാൻ പഠിക്കണം. കൃത്യമായിട്ട് രാഷ്ട്രീയക്കാരുടെ പിന്നിലായിട്ട് നടക്കാനായിട്ട് പഠിക്കണം. കൃത്യമായിട്ട് ഗവൺമെൻറ് ഓഫീസുകളിൽ കയറി ഇറങ്ങി ചെരുപ്പ് തേക്കാൻ പഠിക്കണം, പുല്ല് കഴിക്കാൻ പഠിക്കണം, മുട്ടയടിക്കാൻ പഠിക്കണം, മണ്ണ് തിന്നാൻ പഠിക്കണം. അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട് 62 ദിവസമാണ്. ഈ ഒരു 62 ദിവസമായിട്ടും ഗവൺമെൻറ്റും കേരള PSCയും ഇത്രയേറെ നികൃഷ്ട ജീവികളോട് പെരുമാറുന്ന രീതിയിൽ ഒരു പെരുമാറ്റമാണ് ഞങ്ങളോട് എല്ലാവരോടും കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 2 ഘട്ട പരീക്ഷ എഴുതിയ കാര്യവും ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ കാര്യവുമെല്ലാം ഞങ്ങൾ ഇതിനു മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് റാങ്ക് ലിസ്റ്റ് യഥാർത്ഥത്തിൽ ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോടതി മുഖാന്തരം നമ്മുടെ മന്ത്രിമാരോ അല്ലെങ്കിൽ MLA-മാരോ ഒക്കെ ഒന്ന് സമീപിച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു അർഹതപ്പെട്ട നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് നമുക്ക് കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 2 വർഷം കൂടെ നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമുക്കൊരു ഇടക്കാല ഉത്തരവുണ്ട്. അതുകൊണ്ട് തന്നെ സമരം ഈ 62 ദിവസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന സമരം താൽക്കാലികമായിട്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ ആരാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ MK സക്കീർ എന്ന് പറയുന്ന വ്യക്തിയാണ്. MK സക്കീർ പഴയ PSC ചെയർമാനാണ്. അയാൾ ഈ ഒരു സംഭവം രണ്ട് ഘട്ട പരീക്ഷയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അദ്ദേഹം ഒരു തുഗ്ലക് പരിഷ്കരണം ഉണ്ടാക്കി വെച്ചിട്ട് അദ്ദേഹം വഖഫ് ബോർഡിൻ്റെ ചെയർമാനാവാൻ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? ഈ കേരളത്തിലെ 10,000-കണക്കിന് യുവാക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും മാത്രമല്ലേ നഷ്ടമായത്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം. ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പല ഉദ്യോഗാർത്ഥികളും ആത്മഹത്യ ഇന്നലെ ചെയ്യുമായിരുന്നു. നമ്മുടെ കൂടെ തന്നെ KP1 ബറ്റാലിയനിലെ ഒരു ഉദ്യോഗാർത്ഥി, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ ഇന്നലെ ഇവിടെ നിന്ന ഉദ്യോഗാർത്ഥി ഒരു ലെക്ക് കെട്ടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പോയി അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പല നമ്മുടെ റാങ്ക് ലിസ്റ്റിനകത്ത് തന്നെ ഉള്ള 18ഓളം ഉദ്യോഗാർത്ഥികളുടെ അമ്മയ്ക്ക് ക്യാൻസറാണ്. നമ്മളിവിടെ ഈ ഒരു പെരുവെയിലത്ത് കിടന്ന് നമ്മൾ പല ഉദ്യോഗാർത്ഥികൾക്കും ഇനി എന്തൊക്കെ അസുഖങ്ങൾ പിടിക്കാനുണ്ട് എന്ന് ഭാവിയിൽ അറിയാം. നിങ്ങൾ ഇന്നലെ കണ്ടതല്ലേ, ഈ ഓട വെള്ളത്തിലാണ് നമ്മൾ ഇന്നലെ കിടന്നത് മഴയത്ത്. അതുപോലെ ഈ പച്ച മണ്ണ് വാരി തിന്ന് ഈ ഒരു നിയമനത്തിനായിട്ട്, അർഹതപ്പെട്ട നിയമനത്തിനായിട്ട് പച്ച മണ്ണ് വാരി തിന്നേണ്ട ഒരു ഗതികേടുള്ള മറ്റൊരു സംസ്ഥാനം ഉണ്ടാവും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പച്ച മണ്ണ് വാരി തിന്നതിൻ്റെ പേരിൽ 3 ഉദ്യോഗാർത്ഥികൾ അപ്പൻഡിസൈറ്റ് കിടക്കുകയാണ്, വയറുവേദന പിടിച്ച് കിടക്കുകയാണ്. അതുപോലെ പച്ചപ്പുല്ല് വാരി കഴിച്ച് അസുഖങ്ങൾ പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ ഈ ഒരു പുറത്തിറങ്ങാൻ നമ്മൾ പേടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ 40 ഡിഗ്രിയാണ് ഈ ഒരു തിരുവനന്തപുരം ജില്ലയിലെ ചൂടെന്ന് പറയുന്നത്. ഈ ചൂടത്ത് നിന്ന് നമ്മുടെ സുഹൃത്തിന് ഇപ്പോഴും സൂര്യാഘാതം അതിൻ്റെ പൊള്ളലുകളുമായിട്ടാണ് നിൽക്കുന്നത്. ഇത് കൃത്യമായിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇത് കൃത്യമായിട്ട് എന്തുകൊണ്ട് ഗവൺമെൻറ് ഈ 10,000-ഓളം ഉദ്യോഗാർത്ഥികളെ ഇങ്ങനെ എന്തുകൊണ്ട് ചതിക്കുന്നു എന്നുള്ളത്. നമ്മുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ഗവൺമെൻറ് മാത്രമാണ് ഇതിൽ ഇൻവോൾവ് ആവാത്തത്.